പഹൽഗാം ഭീകരാക്രമണത്തിന് ISI ബന്ധമെന്ന് സ്ഥിരീകരിച്ച NIA. ഭീകരർ എത്തിയത് ISIയുടെ അറിവോടെയാണ്. ഭീകരരും ISIയും തമ്മിലുള്ള ബന്ധത്തിന് തെളിവ് ലഭിച്ചെന്നും NIA വൃത്തങ്ങൾ അറിയിച്ചു. കുപ്വാര, പുൽവാമ, സോപ്പോർ, അനന്ത്നാഗ്, ബാരാമുള്ള എന്നിവിടങ്ങളിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. PR സുനിലും അതോടൊപ്പം ആദിൽ പാലോടും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് PR സുനിൽ. ഭീകരബന്ധം, പാക് ബന്ധം, ISI ബന്ധം, അത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെടുത്തുന്നതിന് കൃത്യമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണവ? സുജിയ, NIAയുടെ അന്വേഷണം പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം NIA DG പെഹൽഗാം ഭീകരാക്രമണം നടന്ന പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു. ഏതായാലും 2 മണിക്കൂറിലധികം സമയമാണ് NIA DG അവിടെ ചെലവഴിച്ചത്. ഏതായാലും ഇപ്പോൾ NIA അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിൽ പറയുന്നത് ISIക്ക്, പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് പെഹൽഗാം ആക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ISI ഉദ്യോഗസ്ഥരാണ് ഈ ഭീകരരെ നിയന്ത്രിച്ചത് എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തുവരികയാണ്. ഏതായാലും ഈ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ ഇവിടെ 3 സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതായുള്ള വിവരവും NIAക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ സിഗ്നലുകൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 40 കാട്രിഡ്ജ് ഉൾപ്പെടെയുള്ള കാട്രിഡ്ജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ ഭീകരാക്രമണം നടന്ന പ്രദേശത്ത് നിന്ന് ഒരുപാട് തെളിവുകൾ NIA ശേഖരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2800 പേരെ ഇതുവരെ NIA ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ 150 പേർ ഇപ്പോഴും NIAയുടെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്കും ഭീകരർക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏതായാലും പരിശോധിച്ചു വരുന്നത്. ഇതുകൂടാതെ ഈ ഭീകരരെ നേരിട്ട് കണ്ടവരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. ഏതായാലും NIAയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരം എന്നത് തീർച്ചയായും ഈ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ISI ബന്ധം ഉണ്ട് എന്നതിനുള്ള തെളിവ് NIAക്ക് കിട്ടി എന്നത് തന്നെയാണ്. മാത്രമല്ല ISI ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ഒരു ഭീകരരെ നിയന്ത്രിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ NIAക്ക് കിട്ടുകയാണ്. PR സുനിൽ, ആദിൽ പാലോട് കൂടി നമുക്കൊപ്പം ഉണ്ട് കശ്മീരിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് ആദിൽ പാലോട്. ഭീകരർക്ക് അവർ വന്ന വഴി അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പഹൽഗാമിലേക്ക് നേരത്തെ തന്നെ എത്തി. ബൈസറൻവാലിയാണ് ഈ ആക്രമണത്തിന് ഏറ്റവും യോഗ്യമായ സ്ഥലം എന്നതടക്കം പരിശോധിച്ചുറപ്പിച്ച് ആക്രമിച്ചതാണ്. ആസൂത്രിതമായ ഒരു ആക്രമണമാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായത്. വിനോദസഞ്ചാരികൾ തന്നെയായിരുന്നു ടാർഗറ്റ് എന്നതും വ്യക്തമാവുകയല്ലേ? അങ്ങനെ ആ രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വിനോദസഞ്ചാരികൾ തന്നെയായിരുന്നു ടാർഗറ്റ്. അത് അമുസ്ലിങ്ങളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തതെന്നാൽ ഒരു സംശയവുമില്ല. ഇതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്തുന്ന പഹൽഗാമിലെ 4 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവർ സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ മാസം 15-ാം തീയതി പഹൽഗാമിൽ എത്തിയ സംഘം ഇവിടെ തമ്പടിച്ച് പലയിടങ്ങളും സന്ദർശിച്ചു. സുരക്ഷാ സേനയുടെ വിന്യാസം പരിശോധിച്ചു, നിരീക്ഷിച്ചു. ഇതിൽ പലയിടത്തും സന്ദർശിച്ചതിൽ ഏറ്റവും സുഗമമായി കൃത്യം നടത്താൻ കഴിയുന്നത് ബൈസറൻവാലിയിലാണ്. അവിടെ ഒരു സുരക്ഷാ ജീവനക്കാരൻ പോലും ഇല്ല എന്നത് ഇവർ വിലയിരുത്തുന്നു, കാണുന്നു. അതുകൊണ്ടാണ് ബൈസറൻവാലിയിൽ ഭീകരാക്രമണം പ്ലാൻ ചെയ്തത് എന്നതാണ് NIAയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. PR സുനിൽ പറഞ്ഞതുപോലെ വിശദമായ ചോദ്യം ചെയ്യലുകളും മൊഴിയെടുക്കലുകളും ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ, കൃത്യമായി പറഞ്ഞാൽ NIAയുടെ കണ്ടെത്തലനുസരിച്ച് പെഹൽഗാമിലെ ബൈസറൻവാലിയിൽ ഭീകരാക്രമണത്തിന് 2 ദിവസം മുൻപ് സന്ദർശനം നടത്തി എന്നുള്ളതാണ്. മറ്റിടങ്ങൾ അതിനു മുമ്പും സന്ദർശിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ പഹൽഗാമിൽ കഴിഞ്ഞ സമയത്ത് എവിടെയാണ് താമസിച്ചത്, എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്, ആരോടൊക്കെ സംസാരിച്ചു എന്നിങ്ങനെയുള്ള വിശദമായ വിവരം NIAക്ക് ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല ബൈസറൻവാലിയുമായി ചേർന്ന് ജീവിക്കുന്നവർ, അവിടെ ഉപജീവനം കാണുന്നവർ, കച്ചവടം നടത്തുന്നവർ, പോണിയുമായി ചെന്നവർ, അങ്ങനെ ഒരു കൂട്ടം ആളുകളെ പോലീസും പിന്നീട് NIAയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ പലരും ഇവരെ നേരത്തെ കണ്ടിട്ടുള്ളതായി മൊഴിയും നൽകിയിട്ടുണ്ട്. നേരത്തെ ഒരു മലയാളി ചിത്രീകരിച്ച വീഡിയോയിൽ തന്നെ ഭീകരരുടെ മുഖസാദൃശ്യവുമായി ഒരു സാദൃശ്യമുള്ള ആളുകൾ കടന്നു പോകുന്നത് കണ്ടിരുന്നു. ഇവർ തന്നെയാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഭീകരർ തന്നെയാണെന്നൊരു സ്ഥിരീകരണം ഇനി വേണ്ടിവരും. ഒപ്പം തന്നെ അങ്ങനെയെങ്കിൽ പ്രദേശവാസികളിൽ ചിലരെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. അതിൽ 2000-ത്തിലധികം പേരെ ഇതിനകം തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ പലരും ഇപ്പോൾ കസ്റ്റഡിയിലുമാണ്. കൃത്യമായ അന്വേഷണത്തിലേക്ക്, ഫോക്കസ്ഡ് ആയിട്ടുള്ള അന്വേഷണത്തിലേക്ക്, ഭീകരരെ മാത്രമല്ല അവരെ അയച്ചവരെ, അവരെ അവിടെ താമസിപ്പിച്ചവരെ, കൂടുതൽ പേരെ കശ്മീരിലേക്ക് വിന്യസിച്ചവരെ എല്ലാം പൂർണ്ണമായി പൂട്ടിക്കെട്ടാനുള്ള നടപടികളിലാണ് സൈന്യം എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ആദിൽ പാലോടും PR സുനിലുമാണ് നമുക്കൊപ്പം ചേർന്നത്. കോതമംഗലം